പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖാതിലുല്ലദീന. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ സത്യവിശ്വാസികളോട് പറയാം, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം. അതോടൊപ്പം അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇപ്പോൾ സൂക്ഷ്മത പാലിക്കും വേണം. വെറുതെ പോയിട്ട് യുദ്ധം ചെയ്യരുത്. സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കണം നമ്മൾ. എല്ലാവരും തലയെ കീഴ് നിരങ്ങുമ്പോൾ മാത്രമാണ് അവരോട് യുദ്ധം ചെയ്യിച്ച ധാർമ്മിക സമരമാണ്. മനസ്സിലായത്? എല്ലാ നിലക്കും നമ്മളുടെ സമരം, നമ്മൾ സ്വന്തത്തോടുള്ള സമരം. അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കുന്നവരാണ്. സത്യം മറഞ്ഞുകൊണ്ട് കാഫിർ എന്നാണ് പറഞ്ഞത്. കുഫാർ, സത്യത്തെ നിഷേധിക്കുന്നവർ. ഒരു വിത്ത്, കൃഷിക്കാരൻ വിത്ത് മണ്ണിൽ കുഴിച്ചു മൂടുന്നതിനെയാണ് കഫറ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിത്തും കുഴിച്ചു മൂടിയാലും അതെന്ത് ചെയ്യും? മഴ വന്നു കഴിഞ്ഞാൽ അത് തകർത്ത് പുറത്തേക്ക് വിടും. നമുക്കറിയാമല്ലോ, വളരെ രഹസ്യമായി ചെയ്ത പല കാര്യങ്ങളും അല്പകാലം കഴിയുമ്പോൾ വെളിച്ചത്ത് വിടുന്നതിൽ അത് പൂവാളുകൾ ശക്തിയോടുകൂടി. ശരി, നമുക്കറിയാമല്ലോ നമ്മൾ ശബരിമലത്തെ പ്രശ്നം. ഇത് അന്ന് തന്നെ അറിയാച്ചാൽ അത്ര പ്രശ്നമില്ലായിരുന്നു. ഇപ്പം മറന്നപ്പോൾ ഒരുപാട് പേരിൽ കുടുങ്ങിയും ജനങ്ങൾക്ക് കടുത്ത വിദ്വേഷം തോന്നി തുടങ്ങി അല്ലേ. ഇപ്പോൾ അവർ കൊള്ള നടത്തിയതിൻ്റെ, ശബരിമല സ്വർണം കട്ടതിൻ്റെ ഒരാഴ്ചക്ക് ശേഷമാണിത് പ്രശ്നം വരുന്നത് വെച്ചാൽ അത്ര വലിയ പ്രശ്നമില്ല. ഇത്രയും കാലം ഒരു കളവ് മൂടി വെച്ചല്ലോ, ഭയങ്കര കള്ളന്മാരാണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ മുമ്പിൽ ഇവർ നല്ല മാന്യന്മാരെ ചമയുകയായിരുന്നല്ലോ, പെരും കള്ളന്മാരെ, അമ്പട കള്ളന്മാരെ. ഇതിനുള്ള ഭയങ്കര വിദ്വേഷം എല്ലാ ഭക്തന്മാർക്കും ഈ പിടിക്കപ്പെട്ട വ്യക്തികളോട് തോന്നി തുടങ്ങി. അത് മാത്രമല്ല, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഞങ്ങൾക്ക് കടുത്ത വിദ്വേഷം തോന്നി തുടങ്ങി. ഇനി ഒരിക്കലും കേരള മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ജന്മത്തിൽ ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല. കാരണം അത്രക്കും നെറികെട്ടവർ അല്ലേ, അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ മലയാളികൾ മാത്രമല്ല, പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ശബരിമലയിലേക്ക് വരുന്നു. അവർക്ക് വലിയൊരു ആരാധന കേന്ദ്രമാണ്, ദൈവത്തിൻ്റെ കേന്ദ്രമാണെങ്കിലും അത് അവരുടെ ഒരു വിശ്വാസമാണല്ലോ. അപ്പോൾ അത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്വർണം കട്ടവരോട് കടുത്ത വിദ്വേഷമാണ്. പക്ഷെ അത് അങ്ങനെ കൊള്ള നടത്തിയതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അറിയുന്നെങ്കിൽ അത്ര പ്രശ്നമല്ല. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അവർ കളവ് മൂടി വെച്ചു. ഇപ്പോൾ പിടിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ ഗൗരവതരമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഒരു കൃഷിക്കാരൻ ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുന്നതിനാണ് കഫറ എന്ന് പറയുന്നത്. പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരാൾ ചീരയുടെ വിത്ത് മോഷ്ടിച്ച് കൊണ്ടുപോയപ്പം ഇദ്ദേഹം കൃഷിക്കാരൻ മോഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെട്ടു പോയ ചീരവിത്ത് നഷ്ടപ്പെട്ടു പോയ കർഷകൻ പരാതി പറഞ്ഞു. ആ നാട്ടു പ്രാമുഖ്യത്തിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. അങ്ങനെ മറ്റേ കട്ടവനോട് ചോദിച്ചു, നീ കട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും കട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പിന്നെ മറ്റേ കൃഷിക്കാരൻ എന്ത് ചെയ്തു, ചീരവിത്തിൻ്റെ കൂടെ കുറച്ച് പയറുവിത്തും കൂടി ഇട്ടിരുന്നു. ചീരവിത്ത് ഉണ്ടായിരുന്നു, ആ കൂടുതൽ പയറിൻ്റെ വിത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇത് പിറ്റേന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ചീരവിത്ത് വേഗം മണ്ണിൽ കുഴിച്ചിട്ടാൽ. അപ്പോൾ നാട്ടുമുഖ്യൻ ചോദിച്ചപ്പോൾ ഇത് ഞാൻ എൻ്റെ ചീരവിത്താണ്, ഞാൻ നട്ടുവളർത്തിയതാണ്, ഇതിന് കിട്ടിയതാണെന്ന് പറഞ്ഞു. പക്ഷേ മറ്റേയാൾക്ക് അറിയാവുന്നത് അതിൽ കൂടെ പയറും കൂടി ഇട്ടിരുന്നത് അറിയാം. അങ്ങനെ മുളച്ചു പൊന്തിയപ്പോഴോ പയറും വിത്തുകളും ചീരവിത്തുകളും മുളച്ചു പൊന്തിയത്. അപ്പോൾ
അദ്ദേഹം എന്താ മറ്റേ മോഷ്ടിച്ചു വന്ന് എന്താ പറഞ്ഞത്, ഇത് ചീരവിത്ത് മാത്രമേ ഉള്ളൂ, പയർ വിത്തില്ല. കാരണം ഇയാൾക്ക് അറിയില്ല, ഇത് വെച്ചവനക്കല്ലേ അറിയുള്ളൂ, ചാക്കിൽ കെട്ടി വെച്ചവനക്കല്ലേ അറിയുള്ളൂ. ചീരയും പയറും കൂടി ചേർത്തിട്ടാണ് വെച്ചത്. അപ്പോൾ എന്ത് ചെയ്ത്, ഇടയ്ക്കിടയ്ക്ക് ചീരയും ഇടയ്ക്ക് പയറും മുളച്ചു പൊന്തി. അപ്പോൾ കളവ് പിടിക്കപ്പെട്ടു. അപ്പോൾ അതുപോലെ ഒരു സത്യം, മണ്ണിൽ നമ്മൾ എന്ത് കൃഷി മറച്ചു വെച്ച് കഴിഞ്ഞാലും അത് അനുകൂല സാഹചര്യം, മഴ കിട്ടുമ്പോൾ അതെന്ത് ചെയ്യും, മുകളിലേക്ക് പൊന്തും. അതുപോലെ തന്നെ എത്ര സമർത്ഥമായ കളവ് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിശ്ചയ സമയം വരുമ്പോൾ അതെങ്ങനെയായാലും അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരും. മഹദിമാമിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ രഹസ്യങ്ങൾ, ഭൂമിയിലെ രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് എത്തിക്കുന്നതാണ്. അദ്ദേഹത്തിന് മുമ്പിൽ രഹസ്യങ്ങൾ ഉണ്ടാവില്ല, എല്ലാ രഹസ്യങ്ങളും അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരും. നിഗൂഢ രഹസ്യങ്ങളും അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹദിമാമായ ഈ ഉള്ളവൻ്റെ രംഗപ്രവേശത്തിന് മുമ്പ് തന്നെ ഇത്തരം പല രഹസ്യങ്ങളും അള്ളാഹു തന്നെ സ്വയം പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ഉള്ളവൻ്റെ ഇതിൽ പെടാതെ. മനസ്സിലായി. ഇപ്പം ഞാൻ തന്നെ ഒരു രഹസ്യം എൻ്റെ ചാനലിലൂടെ പറയുകയാണെങ്കിലും ഒക്കെ, ഇത് ഞാനും പോലും പറയാത്ത പല രഹസ്യങ്ങളും അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവിടുന്നുണ്ട്. ഇപ്പം ശബരിമലത്തെ പ്രശ്നം നമുക്കറിയാമല്ലോ, അത് ഞാൻ കൊണ്ടുവന്നില്ലല്ലോ, അത് അള്ളാഹു തന്നെ കൊണ്ടുവന്നതാണത്. അപ്പോൾ അതുപോലെ തന്നെ പല രഹസ്യങ്ങളും പലതും ഇതൊന്നുമല്ല, പലതും രഹസ്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം ഫേസ്ബുക്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് എർത്ത് രഹസ്യങ്ങളും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹിൻ്റെ തന്ത്രമാണ്. പിന്നെ പോരാത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു എനിക്ക് നൽകിയ ബുദ്ധി കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പല കാര്യങ്ങളും ചിന്തിച്ച് കണ്ടെത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാനും അതുവഴി ജനങ്ങൾക്ക് ആ രഹസ്യങ്ങളിലൂടെ പല സമ്പത്ത് നേടുവാനും ഭൂമി സമ്പത്ത് വിളയാടുവാനും അതുവഴി വിനയാന്യതയായിത്തീരുവാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹദിമാം എല്ലാവർക്കും കണക്കില്ലാതെ സമ്പത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ചോദിക്കുന്നവർക്ക് എണ്ണാതെ അങ്ങോട്ട് എടുത്തു കൊടുക്കും, അത്രക്കും ഉണ്ടാവും സമ്പത്ത്. അതോടൊപ്പം സമ്പത്ത് കൂടുന്നതനുസരിച്ച് മനുഷ്യർ ചിലപ്പോൾ അഹങ്കാരം കൂടും. അതിനൊരിക്കലും അഹങ്കാരം കൂടാതിരിക്കുവാനും എല്ലാവരിലും വിനയത്വം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ സമ്പത്ത് നൽകി അള്ളാഹുവിനെ സ്തുതിക്കുവാനും അള്ളാഹുവിനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, നിങ്ങൾ സത്യശീലികൾ, നിങ്ങൾ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യിച്ചാൽ ധാർമ്മിക സമരമാണ്. മനസ്സിലായി. ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവൻ ഒരു സമരമായിരിക്കും. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ നാമം സ്ഥാപിക്കുക, സത്യം പറയുക, എവിടെയും സത്യം പറയുക. ഈ സത്യം പറയേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി നഷ്ടപ്പെടുകയാണ്, അത് സഹിക്കുക. ഭാര്യമാർ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് സഹിക്കുക. ഇങ്ങനെയായിരിക്കും ജീവിതം. എന്തിനും തയ്യാറാവുക, എപ്പോഴും സ്ട്രഗിൾ, സമരം. വാറല്ല ഇസ്ലാം ഉദ്ദേശിച്ച സ്ട്രഗിൾ, എപ്പോഴും അതുപോലത്തെ സ്വന്തത്തോട് സമരം. നമ്മുടെ ശരീരം എപ്പോഴും പല തിന്മകൾ ചെയ്യാനും പ്രേരിപ്പിക്കും. നമ്മളിപ്പോൾ ഒരു അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഒരു അങ്ങാടിയിൽ ഏതെങ്കിലും പീഡിയക്കൊല്ലാതെ ഇരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ വിളിക്കും, അവിടെ ശരിക്കും വർത്താനം പറഞ്ഞ് പോകാം. അപ്പം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഹദീസ് നമ്മുടെ കൺമുമ്പിലൂടെ മനസ്സിലൂടെ ഒരു ഹദീസ് ഓടണം. എന്താണ്? അങ്ങാടിയിൽ തിരിഞ്ഞു നിൽക്കരുത്. വിശ്വാസി 3 സ്ഥലത്തെ കാണാൻ പാടുള്ളൂ. ഒരു വീട്ടിലും, അവൻ്റെ വീട്ടിലും, പള്ളിയിലും, ജോലി സ്ഥലത്തും. അങ്ങാടിയിൽ നിൽക്കാൻ പാടുന്ന ഹദീസ് അവനിലേക്ക് ഓടിയെത്തുകയും വേഗം അവനെന്ത് ചെയ്യും, അതിൽ നിന്ന് പിന്തിരികയും വേണം. പണ്ട് ഗുഹാമുഖത്തകപ്പെട്ട വ്യക്തികളുടെ സംഭവം പറയുന്നില്ല. അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് രമിക്കാൻ ഉദ്യമിച്ചപ്പോൾ ആ വ്യക്തിയോട് ആ സ്ത്രീ പറഞ്ഞു, നീ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, അവളിൽ പിന്മാറി. മനസ്സിലായി. അദ്ദേഹം ഒരു ദൈവവിശ്വാസത്തിൽ തന്നെ ആയിരുന്നു. പക്ഷെ എന്തോ ഒരു ദുർബല നിമിഷത്തിൽ സ്ത്രീയെ ആഗ്രഹിച്ചു. പക്ഷേ എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ ഇടപെടലോ ആ സ്ത്രീയൊക്കെ അങ്ങനെ പറയാൻ തോന്നിപ്പിക്കുകയും അവനുടനെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതുപോലെ മറ്റൊരു സംഭവം പറയുന്നത്, ഒരു വ്യക്തി അല്പം സമ്പത്ത് ഇയാളുടെ ഏൽപ്പിച്ചു. ഇയാൾ എന്ത് ചെയ്തു, വെറുതെ സമ്പത്ത് അവിടെ കിടക്കണ്ടല്ലോ എന്ന് കരുതി എന്ത് ചെയ്തു, സമ്പത്ത് കൊണ്ട് കുറച്ച് ആടിനെ വാങ്ങി. അങ്ങനെ ആട് നല്ലവണ്ണം
പിന്നെ പാല് നൽകുകയും അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പിന്നെ ആ കുട്ടികൾ വളർന്നു വലുത് വീണ്ടും അതിന് ആട് കുട്ടികൾ അങ്ങനെ വലിയൊരു ആടിൻ്റെ സമുച്ചയം ഉണ്ടായി. പക്ഷേ അദ്ദേഹം മറ്റേ ആൾ വന്ന് ചോദിച്ചപ്പോൾ മുഴുവൻ ആടുകളും ഇങ്ങോട്ട് കൊടുത്തു. മനസ്സിലായി. അപ്പോൾ അവൻ്റെ മനസ്സ് പറയും, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്തതല്ലേ, അപ്പോൾ എനിക്ക് അവകാശപ്പെട്ടാന്ന് അവൻ്റെ മനസ്സ് പറയും. പക്ഷെ എന്നാലും അവൻ എന്ത് ചെയ്തു, ആ മനസ്സിൻ്റെ ഇബ്ലീസിൻ്റെ പേട്ടത്തെ അവൻ മറച്ച് പിന്നെ തടഞ്ഞിട്ട് എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ ഗുണങ്ങൾ കാണിച്ചുകൊണ്ട് ഇതൊക്കെ നീ എടുത്തോളൂ, നിൻ്റേതാണ്, ആടിന് കിട്ടിയതാണല്ലോ. അപ്പം അതുകൊണ്ട് മുഴുവനും എന്ത് ചെയ്തു അയാൾ കൊടുത്തു. ആടാട്ട കൊടുത്തത്, ഒരാടിട്ടാ കൊടുത്തത്. മുഴുവൻ ആടുകൾ 100 ആടുകൾ ഒരു കുന്നിൻപുറത്ത് മുഴുവൻ മേഞ്ഞ് നടക്കുകയാണ് ആടുകൾ. ആ മുഴുവനും കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു. മറ്റേ ആളത് കൊണ്ടുപോവുകയും ചെയ്തു. മനസ്സിലായി. അയാൾക്ക് വേണമെങ്കിൽ ഇത് വേണ്ട, ഇന്ന് എടുത്തോളൂ എന്ന് പറയാൻ, പക്ഷേ അയാൾ എന്തെങ്കിലും മുഴുവൻ തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അത് അള്ളാഹിൻ്റെ ഇടപെടലായിരിക്കും. ഈ വ്യക്തി തയ്യാറാകുമോ, മുഴുവൻ കൊണ്ടുപോയാലും പിന്നെ തിരിച്ചു വിളിച്ച് ഒരാടിനെങ്കിൽ തരൂ എന്ന് പറയുകയോ ചെയ്യാൻ വേണ്ടിയിട്ടേക്കും അള്ളാഹു അങ്ങനെ ചെയ്തത്. പക്ഷേ അദ്ദേഹം ഒന്നും മുണ്ടിയില്ല, ഇപ്പോൾ മുഴുവൻ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ കഥ നമുക്കറിയാമല്ലോ. സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത്. ഇബ്രാഹിം നബിയിൽ പിന്മാറുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചെകുത്താൻ വന്നിട്ട് തടഞ്ഞപ്പോഴും ഇബ്രാഹിം നബി പിന്മാറുമോ എന്ന് നോക്കാം. എന്നിട്ടും ഇബ്രാഹിം നബി പിന്മാറില്ല, മറിച്ച് ചെകുത്താനെ കല്ലെറിഞ്ഞ് ഒടുക്കുകയും ചെയ്തു. അപ്പം ജീവിതം മുഴുവൻ സമരമായിരുന്നു ഇബ്രാഹിം നബിയുടെ. അപ്പം അതുപോലെ ആയിരിക്കും നമ്മൾ ജീവിതം മുഴുവൻ സമരമായിരിക്കും അള്ളാഹുവുമായിട്ടുള്ളത്. ഈ ഉള്ളവരും ഫ്ലാറ്റ് എർത്ത് ഗ്രൂപ്പിൽ ഭരണഭൂമിയെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരിനെ കുറെ പരീക്ഷിക്കാറുണ്ട്. പക്ഷെ ഒന്നും ഞാൻ കാര്യമാക്കാറില്ല. ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഭരണഭൂമിയെ പറ്റി പറയും. ഇപ്പോൾ അടുത്ത് ലിയാഖത്തുമായി സംസാരിക്കേണ്ടി വന്നു. അതും എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടല്ല. ഈ ഫ്ലാറ്റ് ഈ ഗ്ലോബർത്തുകാരനോട് പറഞ്ഞു, നിങ്ങൾ ആരിഫിനെ വിളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുമുണ്ട്, പക്ഷെ അവന് ഫോൺ എടുക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ ഫോൺ എടുക്കാറില്ല, പേടി കണ്ട ഫോൺ എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, മറ്റൊരു നമ്പർ തരാം, ലിയാഖത്തിൻ്റെ നമ്പർ തരാം, അത് വിളിച്ചു നോക്കി പറയും. അങ്ങനെ ഞാൻ അയാൾ വിളിച്ചു, ബാക്കി അയാൾ എടുത്തുകയും ചെയ്തു, സംസാരിച്ചു. അത് വിളിക്കാൻ കാരണം ഈ ഗ്ലോബർത്തുകാരനെ വിളിച്ചിട്ട് വരി, ആദ്യം പോയി വിളിച്ചിട്ട് വരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചു. കാരണം നിരീശ്വരവാദികളുടെ സംസാരിച്ച് വലിയ കാര്യമില്ല. പല നിരീശ്വരവാദ സംവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരാരും നന്നായിട്ടില്ല. വിശ്വാസികളുടെ വലിയ അറിവുള്ള ഖുറാനും ഹദീസൊക്കെ നല്ല കാണാപ്പാടം അറിവുള്ള എം.എം. അക്ബറിൻ്റെയോ ഹൈത്തമിയുടെ ഒന്നും വാക്ക് കേട്ടിട്ട് ഒരു നിരീശ്വരവാദിയും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർ വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അവനെനിക്കത് വിളിക്കാനും താല്പര്യം. പക്ഷേ ഇവരൊക്കെ നിർബന്ധിച്ചപ്പോൾ വിളിച്ചിട്ട് വരും, ഒരു വോയിസ് ചാറ്റിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, വേഗം വിളിച്ചിട്ട് വരും തന്നെ. പിന്നെ നമ്മൾ അത് മറന്ന് ഒഴിവാക്കുന്നത് ശരിയില്ല. അപ്പോൾ നമ്മൾ പേടിക്കൊണ്ടിരാന്ന് വിചാരിക്കല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ചു, ബാധ്യത കിട്ടുകയും ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചൊക്കെ അവനെ ഉത്തരം മുട്ടിക്കാനും കഴിഞ്ഞു. പക്ഷെ അവർ പറയുന്നത് ഞാനാണ് ഉത്തരം മുട്ടിയതെന്ന്. പക്ഷേ ശരിക്കും അവരാണ് ഉത്തരം മുട്ടിയത്. കാരണം അമ്മ പെങ്ങൾ ഭോഗം പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനാണ് വിജയിച്ചത് എന്നാണ് എൻ്റെ ഒരു പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം അല്പം ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ അതിൽ സംവാദത്തിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പരിപൂർണമായി സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം അള്ളാഹു എന്നുള്ള അസത്യവും നിരീശ്വരവാദികളെ പൊള്ളത്തരവും അതുപോലെ നമുക്കിത് എളുപ്പം ജയിക്കാം എന്നുള്ളത്, ഇതൊക്കെ നമുക്ക് ആത്മവിശ്വാസം നമുക്കുണ്ട്. പക്ഷെ അവർക്കതില്ല. അവരല്പം വിരളി പിടിക്കുകയും അല്പം ഭയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംസാരം കേൾക്കുകയും. അപ്പോൾ അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് തയ്യാറാവുക, അള്ളാഹുവിൻ്റെ ദീനെ സംരക്ഷിക്കുന്ന കാര്യം തയ്യാറാവില്ലാതെ വാളുമെടുത്ത് യുദ്ധം ചെയ്യലല്ല, അല്ലാതെ ബോംബെടുത്ത് പൊട്ടിത്തെടുക്കുകയല്ല വേണ്ടത്. മറിച്ച് സമരം, ജീവിതം മുഴുവൻ സമരമായിരിക്കണം അള്ളാഹുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന യഥാർത്ഥ മുജാഹിദുകളാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുജാഹിദ് എന്ന സംഘടനയിൽ ആവുന്നതിന് പകരം എന്താണ് മുജാഹിദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ബോംബെടുത്ത് പൊട്ടിത്തെറിക്കുന്ന ആ രൂപത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടുത്തില്ല തമ്പുരാനെ. ഇതിനെ മതസ്ഥർ നമ്മൾ തീവ്രവാദികളാണ് മുദ്ര കുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ല തമ്പുരാനെ.
നമ്മിൽ വിശ്വാസികളിൽ രൂക്ഷത അവർ കണ്ടെത്തണമേ തമ്പുരാനെ. ആമീൻ.